വെൽക്കം ടു സർക്കാർ ജോലി യൂട്യൂബ് ചാനൽ. LDC 2027 ക്ലാസ് 7 SCRT ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ അധ്യായമായ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നുള്ള ഒരു അധ്യായത്തിലെ കുറച്ച് PSC ടോപ്പിക്സ് ആണ് നോക്കുന്നത്. ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ നമ്മുടെ മുൻ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാമിൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന ആത്മകഥാ പുസ്തകത്തിലെ ഒരു ഭാഗത്തു നിന്നാണ്. അപ്പോൾ വലിയ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്നാണ് നമ്മളതിനെ പറയുന്നത്. അരികുവൽക്കരണത്തിനെതിരെ സമരം ചെയ്ത പ്രധാന നേതാവാണ് മഹാത്മാ അയ്യങ്കാളി. വിദ്യാഭ്യാസത്തിലൂടെ അരികുവൽക്കരണത്തെ എതിർത്ത പ്രധാന നേതാക്കൾ ആരെല്ലാമെന്നാണ് പിന്നീട് ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളാണ് ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ. ഇവരൊക്കെയാണ് പ്രധാനമായും അരികുവൽക്കരണത്തെ എതിർത്ത പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്ന് പറയുന്നത്. അന്നത്തെ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളാണ് ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്ക അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ എന്നിവർ. ജ്യോതിറാവു ഫൂലെ ജനിച്ചത് 1827 1890 മരണം. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ജ്യോതിറാവു ഫൂലെ. സാവിത്രിബായി ഫൂലെ 1831 ജനനം, 1897 മരണം. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിബായി ഫൂലെ. വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ആ യൂണിവേഴ്സിറ്റിക്ക് പിന്നീട് സാവിത്രിബായി ഫൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്നാണ് പുനർനാമകരണം ചെയ്തത്. നാമകരണം ചെയ്ത വർഷമാണ് 2014 ആഗസ്റ്റ് 9 ആ യൂണിവേഴ്സിറ്റിക്ക് പിന്നീട് സാമൂഹിക പരിഷ്കർത്താവായ സാവിത്രിബായി ഫൂലെയുടെ പേര് നൽകിയത്. പെരിയാർ EV രാമസ്വാമി നായ്ക്കർ 1879 ജനനം, 1973 മരണം. സ്വാഭിമാനി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. വെറിയാൾ എൽവിൻ സാമൂഹിക പരിഷ്കർത്താവ്, ജനനം 1902 1964 മരണം. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായി സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് വെറിയർ എൽവിൻ. ഡോക്ടർ A അയ്യപ്പൻ 1905 ജനനം, 1988 മരണം. ജനിച്ചത് തൃശ്ശൂർ ജില്ലയിലെ പറവട്ടിയിലെ ആണ്. 1905 ഫെബ്രുവരി 5 ജനനം. നരവംശ ശാസ്ത്രജ്ഞനായിരുന്നു. കേരളത്തിലെ ഈഴവ ഗോത്ര വിഭാഗങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവന നൽകിയ വ്യക്തിയാണ് ഡോക്ടർ A അയ്യപ്പൻ. നഞ്ചിയമ്മ ഗോത്രവർഗത്തിൽ നിന്ന് രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തിയാണ് നഞ്ചിയമ്മ. ഗോത്രവർഗത്തിൽ നിന്ന് രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തിയാണ് നഞ്ചിയമ്മ. 2022 രാഷ്ട്രപതിയിൽ നിന്ന് നഞ്ചിയമ്മ ഈ പുരസ്കാരം ലഭിക്കുന്നത്. 2020 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിലെ സ്പെഷ്യൽ ജൂറി പുരസ്കാരവും നഞ്ചിയമ്മയ്ക്ക് ലഭിച്ചിരുന്നു. പണ്ഡിത രമാബായി 1858 ജനനം, 1922 മരണം. 19ാം നൂറ്റാണ്ടിലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കും അവരുടെ ശാക്തീകരണത്തിനും വേണ്ടി പ്രവർത്തിച്ച പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിത രമാബായി. വിധവകളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ക്ഷേമത്തിനും പ്രധാന പ്രവർത്തന മേഖലയാക്കിയ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിത രമാബായി. ഡോക്ടർ കുഞ്ഞൻ ലൂക്കോസ് 1886 ജനനം, 1976 മരണം. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധിയാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. അത് മനസ്സിലാക്കണം. കേരളത്തിലെ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത, തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. EK ജാനകി അമ്മാൾ 1897 ജനനം, 1984 മരണം. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ് EK ജാനകി അമ്മാൾ. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരീനം കരിമ്പ് വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണ് EK ജാനകി അമ്മാൾ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആയിരുന്നു EK ജാനകി അമ്മാൾ. ഓക്കെ, മനസ്സിലാക്കണം. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആയിരുന്നു EK ജാനകി അമ്മാൾ. 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വ്യക്തിയാണ് EK ജാനകി അമ്മാൾ. ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമം നടപ്പിലാകുന്നത് 2016 ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമം നടപ്പിലാകുന്നത്. പാരാലിമ്പിക്സ് എന്ന ഒരു ഒളിമ്പിക്സ് ഭിന്നശേഷി പൗരന്മാർക്കായിട്ടുള്ള വ്യക്തികൾക്കായിട്ട് നടക്കുന്ന ഒളിമ്പിക്സ് ആണ്. 1948 ഇത് തുടങ്ങിയത്. ഡോക്ടർ BR അംബേദ്കറാണ് ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന അദ്ദേഹം. ജനനം 1891 അദ്ദേഹത്തിന്റെ മരണം 1956 നടന്നത്. കൂടുതൽ LDC 2027 SCRT പാഠഭാഗങ്ങൾ നമ്മൾ അടുത്ത വീഡിയോകളിലായിട്ട്
ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.